എറണാകുളം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വൈഫിൻ്റെ ഓഫീസിലെ സുമേഷ് സാറിൻ്റെ അമ്മയുടെ പുലവിട ചടങ്ങായിരുന്നു. എറണാകുളം വരാപ്പുഴയിലുള്ള ഭവനത്തിൽ വെച്ച് ഞങ്ങളവിടെ ചെന്നു. ഉച്ചയായപ്പോഴത്തേനാണ് അവിടെ ചെന്നത്. വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് അവിടെ ഒരുക്കിയിരുന്നത്. അതിനുശേഷമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, കടമക്കുടി. അപ്പോൾ അതും കൂടെ കണ്ടിട്ടേ പോകാവുള്ളെന്നാണ് പറഞ്ഞത്. ഒരു കായൽ തീരമാണ്. ഞങ്ങളും ഓർത്ത് ചെറിയൊരു കായൽ തീരമാണ് എന്നാണ് ഓർത്തത്. പക്ഷേ അങ്ങോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. നഗരജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി വിശ്രമിക്കാൻ കഴിയുന്ന ഒരു 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഈ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലം. എറണാകുളം ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരമാണ് ഈ കടമക്കുടിയിലേക്ക്. ഞാനും വൈഫിൻ്റെ ഓഫീസിലെ 2 സ്റ്റാഫുകളുണ്ടായിരുന്നു. അവർ സുഹൃത്തുക്കളാണ്. അവരും ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം. ഇവിടെ പ്രവേശന ഫീസില്ല. പകൽ മുഴുവൻ നമുക്ക് യഥേഷ്ട സമയം ചിലവഴിക്കാം. ഇവിടെ വരുന്ന യാത്രക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരുടെയിലും ചൂണ്ടകളൊക്കെ ഉണ്ട്. ഇവിടെ മീൻപിടുത്തമാണ് എല്ലാവരും വരുന്നവരെല്ലാവരും. അതോടൊപ്പം തന്നെ ബോട്ടിംഗ് ഉണ്ട്, ഹൗസ് ബോട്ടുണ്ട്, ക്രൂയിസുകളുണ്ട്. അങ്ങനെ അതുപോലെ ഷാപ്പ് തൊട്ടടുത്ത് 2 ഷാപ്പുകളുണ്ട്. ഷാപ്പ് ഫുഡ് ആസ്വദിക്കുന്നവർക്കെല്ലാം നല്ലൊരു ഫുഡിൻ്റെ വെറൈറ്റി തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ദേശാടന പക്ഷികളുടെ കാഴ്ചകൾ, അത് നമ്മളിവിടെ വന്നപ്പം കൂടുതൽ പരുന്തൊക്കെയാണ്, ഏറ്റവും കൂടുതൽ പരുന്താണ് ഇവിടെ കണ്ടത്. അതുപോലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ല മനോഹരമായ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ അതുപോലെ വൃത്തിയാണ് ഈ പരിസരവും കാര്യങ്ങളൊക്കെ. അതുപോലെ ഞങ്ങളിവിടെ വന്നപ്പം ബസ് റൂട്ടും ഉണ്ട് കേട്ടോ. ഇതിലെ ഒരു 1-2 ബസ്സൊക്കെ വരുന്ന കണ്ട്. ഞങ്ങൾ വന്ന സമയം ഉച്ച സമയമാണ്. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് തിരക്ക് മുഴുവൻ. അപ്പോൾ ആൾക്കാരങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് തിരിച്ചു പോരേണ്ടത് കൊണ്ട് ഞാൻ അവിടുത്തെ പുറം കാഴ്ചകൾ മാത്രമേ പകർത്തിയിട്ടുള്ളൂ. വലിയ കടമക്കുടി, മുറിക്കൽ, പാളയംതുരുത്ത്, പിഴല, ചെറിയ കടമക്കുടി, പുളിക്കപ്പുറം, മൂലംപിള്ളി, പുതുശ്ശേരി, പ്രിയാന്തുരുത്ത്, ചിയാന്തുരുത്ത് തുടങ്ങി 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഈ കടമക്കുടി. ഇതൊരു തുരുത്താണ്. ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നവർ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലേ ഇവിടെ എത്താവുള്ളൂ. ആ സമയത്തൊക്കെയാണ് കൂടുതൽ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ ബോട്ടിംഗ് ആണെങ്കിലും എല്ലാം ആ സമയങ്ങളിലാണ് എല്ലാവരും ഇവിടെ എത്തുക. ഞങ്ങൾക്കെല്ലാവർക്കും ഈ സ്ഥലം വളരെയേറെ ഇഷ്ടപ്പെട്ടു. കുത്തിപ്പൊക്കി ഉണ്ടാക്കിയ ബണ്ടുകളിൽ നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ, അതുപോലെ മീൻ പിടിക്കാൻ കെട്ടിയുണ്ടാക്കിയ ചീനവലകൾ, യന്ത്രത്തുഴ ഘടിപ്പിച്ച തോണികൾ, ആകെക്കൂടി കടമക്കുടിക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. ഇത് കടമക്കുടിയുടെ ആകാശ ദൃശ്യങ്ങളാണ് മോളിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ചെമ്മീൻ കെട്ടുകളൊക്കെയാണ് കൂടുതൽ. അപ്പം നമ്മൾ ഈ വഴിയുടെ ഇവിടം വരെ വന്നു. ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രം ഒക്കെ ഉണ്ട്. നമ്മളവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. അവിടെ നിന്ന് മുന്നോട്ട് കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും സമയക്കുറവ് മൂലം നമ്മൾ തിരിച്ചു പോന്നു. അതുപോലെ ഇവിടെ എല്ലാം ബെഞ്ചുകളെല്ലാം വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ നിറച്ച ആൾക്കാർ വരുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം നമുക്ക് അതിഭയങ്കരമായ വെയിലാണ്. അപ്പോൾ അവിടെ ഒന്നും ഇറങ്ങി നിൽക്കാൻ പോലും പറ്റത്തില്ല. ഐസ്ക്രീംകാരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് നമ്മളിങ്ങോട്ട് കടന്നു വന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ കുറച്ച് തണുപ്പുണ്ട്. നമുക്ക് അവിടെ ഒന്ന് നിർത്താം വാഹനം.
പണ്ട് കാലത്തൊക്കെ ബോട്ടിലൊക്കെ ഇവിടെ എത്താൻ പറ്റുള്ളായിരുന്നു. ഇപ്പം റോഡ് നല്ലതായി കഴിഞ്ഞപ്പം ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ട് എത്തുന്നത്. എറണാകുളത്തെ പല സ്ഥലങ്ങളും നമുക്കെല്ലാം മടുപ്പായെങ്കിലും ഇത് ആർക്കും മടുക്കത്തില്ല. കാരണം നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇറങ്ങുന്നില്ലേ? അതുപോലെ അതിഭയങ്കരമായ കാറ്റാണ് ഏത് സമയവും. ഇതാണ് ഓപ്പൺ ജിമ്മ്. ഇവിടെയാണ് ഞങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചത്. ഞങ്ങളിവിടെ വന്നപ്പം കിടങ്ങൂരിൽ നിന്നൊരു ഫാമിലിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് പരിചയപ്പെട്ടു. അവരുടെ ബന്ധുവീടൊക്കെ പുതുപ്പള്ളി വെണ്ണിമല ക്ഷേത്രത്തിന് സമീപമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരും ബോട്ടിങ്ങിന് വന്നതാണ്. അപ്പം ചെറിയ ബോട്ടുകൾ ആ സമയത്ത് വന്നത്. ബോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ വെയിൽ കൊള്ളും. അപ്പം റൂഫുള്ള ബോട്ട് ഇവിടെ ഒരെണ്ണം വന്നായിരുന്നു. ഒരാൾക്ക് ഈ 100 രൂപയാണ് ബോട്ടിലെ ചാർജ്. അപ്പം നമ്മൾ ഈ ചെറിയ ബോട്ടൊക്കെ എടുക്കുമ്പം സ്വല്പം കൂടെ റേറ്റ് കൂടുതലാണ്. 1 അവർ എത്രയാണ് നിങ്ങളുടെ റേറ്റ്? എല്ലാവിധ സുരക്ഷ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ടാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. ഇവിടെ കൂടുതൽ പരുന്തായി കണ്ടത് മുഴുവൻ പരുന്തിനെയാണ് കണ്ടത്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ മറ്റുള്ള പക്ഷികളൊക്കെ ധാരാളം എത്തുമെന്നാണ് പറയുന്നത്. എങ്കിലും മറ്റൊരു ദിവസം ഈ കടമക്കുടി സന്ദർശിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എറണാകുളം ടൗണിൽ നിന്ന് ഇടപ്പള്ളി വരിക. ഇടപ്പള്ളി ലുലു മാളിൻ്റെ സമീപത്തോടു കൂടിയാണ് വരാപ്പുഴയ്ക്ക് പോകുന്നത്. വരാപ്പുഴ ടൗണിന് സമീപത്ത് തന്നെയാണ് ഈ കടമക്കുടി. വേറെ എങ്ങാണ്ടോ ഷാപ്പുണ്ട്, ഫോട്ടോ കൊണ്ടുപോകുന്നത്. ഇതിനു മുമ്പ് ഈ കടമക്കുടി വന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പോയവർ കമൻറ്റ് ചെയ്യുക. ഈ സ്ഥലത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അതുപോലെ ഇത് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കാണുന്നത് എപ്പോഴും നല്ലതാണ്.